പണ്ട് സത്യവ്രതൻ എന്നു പേരുള്ള വളരെ നീതിമാനും ഭക്തനുമായൊരു രാജാവുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കൃതമാലാ നദിയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. സൂര്യഭഗവാന് തർപ്പണം ചെയ്യാനായി അദ്ദേഹം കൈകളിൽ വെള്ളമെടുത്തപ്പോൾ ആ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യമിരിക്കുന്നത് കണ്ടു. രാജാവ് ആ മത്സ്യത്തെ തിരികെ വെള്ളത്തിലേക്ക് ഒഴുക്കാൻ നോക്കിയപ്പോൾ അത് മനുഷ്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. രാജാവേ, എന്നെ ഈ നദിയിൽ വിടല്ലേ, ഇവിടെയുള്ള വലിയ മീനുകൾ എന്നെ പിടിച്ചു തിന്നും, ദയവായി എന്നെ രക്ഷിക്കൂ. ദയാലുവായ രാജാവ് ആ കുഞ്ഞു മത്സ്യത്തെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ടലുവിൽ വെള്ളം സൂക്ഷിക്കുന്ന പാത്രം ഇട്ടു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പിറ്റേന്ന് നോക്കിയപ്പോൾ മത്സ്യം അത്ഭുതകരമായി വളർന്നിരിക്കുന്നു. അതിനാ കമണ്ടലുവിൽ കിടക്കാൻ സ്ഥലമില്ലാതായി. രാജാവ് ഉടനെ അതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. നിമിഷങ്ങൾക്കുള്ളിൽ മത്സ്യം അതിനേക്കാളും വലുതായി. പിന്നെ ഒരു വലിയ കുളത്തിലേക്കും പിന്നീട് ഗംഗാ നദിയിലേക്കും മാറ്റി. അവിടെയും മത്സ്യം അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ രാജാവ് അതിനെ സമുദ്രത്തിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോഴേക്കും ആ മത്സ്യം സമുദ്രത്തോളം വലുതായി കഴിഞ്ഞിരുന്നു. ഇതൊരു സാധാരണ മത്സ്യമല്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് കൈകൂപ്പി ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങ് ആരാണ്? എന്തിനാണ് ഇങ്ങനെയൊരു രൂപം സ്വീകരിച്ചത്? അപ്പോൾ ആ മഹാമത്സ്യം ഭഗവാൻ വിഷ്ണുവായി മാറി രാജാവിന് ദർശനം നൽകി. ഭഗവാൻ പറഞ്ഞു, രാജാവേ, ഇന്നു മുതൽ 7-ാം ദിവസം ലോകം മുഴുവൻ ഒരു മഹാപ്രളയത്തിൽ മുങ്ങിപ്പോകും. അധർമ്മം നിറഞ്ഞ ഈ ലോകത്തെ നശിപ്പിക്കാൻ സമയമായി. പക്ഷേ നല്ലവനായ നിങ്ങളെയും സപ്തർഷികളെയും ഞാൻ രക്ഷിക്കും. ഒരു വലിയ തോണി വരുമെന്നും അതിൽ ഭൂമിയിലെ എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളും മൃഗങ്ങളെയും സപ്തർഷികളെയും കയറ്റണമെന്നും ഭഗവാൻ നിർദ്ദേശിച്ചു. പറഞ്ഞതുപോലെ തന്നെ 7-ാം ദിവസം ആകാശം കറുത്തിരുണ്ടു. പേമാരി പെയ്തു. ഭൂമി വെള്ളത്തിനടിയിലായി. അപ്പോൾ ഒരു വലിയ തോണി അവിടെ പ്രത്യക്ഷപ്പെട്ടു. രാജാവും ഋഷിമാരും അതിൽ കയറി. മൃഗങ്ങളെയും സപ്തർഷികളെയും കയറി. ആ സമയത്ത് കടലിൽ ഭീമാകാരമായ ഒരു കൊമ്പുള്ള സ്വർണ്ണ മത്സ്യമായി ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വാസുകി എന്ന സർപ്പത്തെ കയറാക്കി ആ തോണിയെ ഭഗവാൻ തൻ്റെ കൊമ്പിൽ ബന്ധിച്ചു. പ്രളയകാലത്ത് ഭഗവാൻ ആ തോണിയെ സുരക്ഷിതമായി നയിച്ചു. ആ യാത്രക്കിടയിൽ ഭഗവാൻ അവർക്ക് മത്സ്യപുരാണം ഉപദേശിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ച് കടലിനടിയിൽ ഒളിച്ചിരുന്ന ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ചു വേദങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. പ്രളയം അവസാനിച്ചപ്പോൾ പുതിയൊരു ലോകം സൃഷ്ടിക്കാനായി ഭഗവാൻ അവരെ സഹായിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യരൂപത്തിലൂടെ ലോകം പുനർജനിച്ചു.